അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ 3 വിഭാഗം ആളുകളെ അള്ളാഹു ഹാജരാക്കപ്പെടും. പണ്ഡിതനും ധർമ്മിഷ്ഠനും ഷഹീദുമാണ് ആ 3 വിഭാഗം ആളുകൾ. പണ്ഡിതനോട് അള്ളാഹു ചോദിക്കും, ഞാൻ നിനക്ക് നൽകിയ അറിവുകൾ നീ എങ്ങനെ വിനിയോഗിച്ചുവെന്ന്. ഞാൻ ഇന്ന കാര്യങ്ങൾക്കൊക്കെ എൻ്റെ അറിവ് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പണ്ഡിതൻ പറയുമ്പോൾ അള്ളാഹു പറയുന്നു, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. നീ വലിയ പണ്ഡിതനാണെന്ന് അറിയിക്കാൻ വേണ്ടി, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ മേനി നടിച്ചു. അതുകൊണ്ട് നീ ചെയ്ത കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുകയും അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയുകയുമാണ് ചെയ്യുക. അതുപോലെ തന്നെ ധർമ്മിഷ്ഠനായ ആളോട് അള്ളാഹു ചോദിക്കും, ഞാൻ നിനക്ക് നൽകിയ സമ്പത്തുകളെല്ലാം നീ എങ്ങനെ വിനിയോഗിച്ചു? ഞാൻ ഇന്ന കാര്യങ്ങൾക്കെല്ലാം എൻ്റെ സമ്പത്ത് വിനിയോഗിക്കുകയും നിന്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തു. അള്ളാഹു അയാളോടും പറയും, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. നീ ആളുകൾ അറിയാൻ വേണ്ടി നീ വലിയ ധർമ്മിഷ്ഠനാണ്, നീ ദാനശീലനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നീ അതൊക്കെ ചെയ്തത്. അതുകൊണ്ട് നിന്റെ കർമ്മങ്ങളും സ്വീകരിക്കുന്നില്ല എന്ന് പറയുകയും അയാളെയും അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. മൂന്നാമതായി അള്ളാഹു വിചാരണക്കെടുക്കുന്നത് ഷഹീദിനെ ആയിരിക്കും. അയാൾ പറയും, അയാളുടെ ശരീരത്തിലെ മുറിവുകളുടെയും വെട്ടുകളുടെയൊക്കെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടിയാണ് ഷഹീദായതെന്ന് പറയുകയും അള്ളാഹു പറയും, കദബ്ത, നീയും കളവാണ് പറയുന്നത്. നീ ധീരനാണ്, നീ ശുജായാണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നീ അതെല്ലാം ചെയ്തതെന്ന് പറയുകയും അയാളെയും അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നമല്ല അമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾക്കനുസരിച്ചായിരിക്കും. ഒരാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കും അയാൾക്ക് ലഭിക്കുക. ഇവിടെ 3 പേരെയും അവരുടെ നിയ്യത്തുകൾ ശരിയാവാത്തത് കൊണ്ട് അവരെന്താണോ ആഗ്രഹിച്ചത്, ദുനിയാവിൽ അവർ നല്ല ആളുകളാണ് എന്ന് പറയിക്കാൻ വേണ്ടി അവരാഗ്രഹിച്ചു, അവർക്കത് ലഭിക്കുകയും ചെയ്തു. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. സത്യവിശ്വാസികളായ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ എല്ലാം നിഷ്കളങ്കമാണോ എന്ന് നാം പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ റമദാനിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നിഷ്കളങ്കമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അത് അള്ളാഹു സ്വീകരിക്കുകയും അതിനുള്ള തക്കതായ പ്രതിഫലം നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹുർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പ്രവീൺ. പ്രവീൺ എവിടെ നിന്ന് വിളിക്കുന്നു? എവിടെ നിന്നാണ്? ഹലോ, പറഞ്ഞോളൂ. അതളൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതളൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പ്രവീൺ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യണോ? എറണാകുളം കമ്പനിയിൽ. ഇപ്പൊ നാട്ടിലുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ. റമദാനായിട്ട് എന്ത് അവധിയാണോ? ഇന്ന് ഞായറാഴ്ച വന്നാണോ? സൺഡേ ആയതുകൊണ്ടാണ്. ഓക്കെ. ആണല്ലേ. ഓക്കെ. മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. എന്തായാലും വിളിച്ചതിൽ വലിയ ഉപകാരം. എന്തായാലും ക്വസ്റ്റ്യനെ കുറിച്ച് പറയാം. ആദ്യത്തെ 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. 3 ചോദ്യങ്ങളും ശരിയായി പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ. എന്തായാലും സിമ്പിളായിട്ട് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഖുർആന്റെ ഭാഷ അറബിയാണ്. ഓക്കെ, ഭാഷ അറബിയിലാണല്ലോ, അതറിയാലോ. അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം.
എത്ര ആൽഫബറ്റിക് അറബിയിലുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയാം: 26, 27, 28. 27, 28. അതെ. ഓ ഇല്ല, അത് മാക്സിമം സ്പീഡാക്കിയാൽ നന്നായിരുന്നു. 28 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ആദ്യമായി ഇറങ്ങിയ വേദഗ്രന്ഥം ഏതാണെന്നറിയോ? 4 വേദഗ്രന്ഥങ്ങളുണ്ട്: തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. ഇതിൽ ഏതാണ് ആദ്യമായി ഇറങ്ങിയ വേദഗ്രന്ഥം? തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. 4 വേദഗ്രന്ഥങ്ങളാണ് 4 പ്രവാചകന്മാർക്ക് ഇറങ്ങിയത്. ഓപ്ഷൻ 2 സബൂർ ആണോ? തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ. ഓപ്ഷൻ 2 ഉറപ്പിച്ചു? ഉറപ്പിച്ചു. സബൂർ തെറ്റായ ഉത്തരമാണ്. ഞാൻ ആ ഓർഡറിൽ പറഞ്ഞത് അതുകൊണ്ടാണ്, ഒന്ന് സഹായകരമായിക്കോട്ടെ എന്ന് ഇതിന് ആദ്യം തന്നെ ഞാൻ ആദ്യം പേര് പറഞ്ഞത്. തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഖുർആൻ, ആ ഓർഡറിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരുന്നു. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. വീണ്ടും വിളിക്കണം. ഓക്കെ, ഓക്കെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഷഹൂർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫസീല. ഫസീല എവിടെ നിന്ന് വിളിക്കുന്നു? ചാവക്കാട്. ഫസീല എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. ഏതാ, ബി എഡ് ആണോ? പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? എന്താണ് നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ? നന്നായി പോകുന്നു. നോമ്പ് തുറയുടെ കാര്യം ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? നോമ്പ് തുറയുടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തിയെന്ന് നോക്കിയ? എത്തി. ഓക്കെ, സ്പെഷ്യൽ എന്താന്ന്? ആ, ഓക്കെ, ഓക്കെ, ഓക്കെ. കട്ട്ലേറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. എന്തായാലും 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതില് ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ. 3 കറക്റ്റായ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് സൂറത്തിലാണ്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് സൂറത്തിലാണ് ഉള്ളത്? ഓപ്ഷൻസ് പറയാം: സൂറത്തുൽ നിസാ, സൂറത്തുൽ ആലിമ്രാൻ, സൂറത്തുൽ ബഖറ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത് സൂറത്തിലാണെന്ന്. സൂറ ആയത്തുദ്ദൈൻ എന്നൊക്കെ പറയപ്പെടാറുണ്ട്. കടവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ആയത്താണ്. അത് ഏത് സൂറത്തിലാണ് ഉള്ളത്? ഓപ്ഷൻസ് പറയാം: സൂറത്തുൽ നിസാ, സൂറത്തുൽ ആലിമ്രാൻ, സൂറത്തുൽ ബഖറ.
പറഞ്ഞോളൂ ഫസീല. സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഖുർആനിൽ ഇബ്ലീസ് എന്ന പദം വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇബ്ലീസ് എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? ഓക്കെ, ആ കോൾ കട്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ ഷിറ. ഫാത്തിമ ഷിറ എവിടെ നിന്ന് വിളിക്കുന്നു? മാറഞ്ചേരിയിൽ നിന്നാണ്. ഓക്കെ, എന്ത് ചെയ്യണം മോള്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സെവൻത്തിൽ. ഏത് സ്കൂളിലാ? കാഞ്ഞൂരൊക്കെ സ്കൂളിലല്ലേ. എങ്ങനെയുണ്ട്? പരീക്ഷകളൊക്കെ തുടങ്ങിയില്ലേ? കഴിഞ്ഞ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ ആയിരുന്നു അല്ലേ? ഓക്കെ, മോള് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ പ്രോഗ്രാമിലേക്ക്? വിളിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ വിളിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. ആരാളുടെ കൂടെ സഹായിക്കാന്? ആരുമില്ല, ഒറ്റയ്ക്കാണ്? ഓക്കെ, ആയിക്കോട്ടെ. ക്വസ്റ്റ്യന്റെ രീതി എന്ന് വെച്ചാലേ 3 ചോദ്യങ്ങളായിരിക്കും. ആദ്യത്തെ 2 ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, മൂന്നാമത്തിനും ഓപ്ഷൻസ് ഉണ്ടാവില്ല. 3 ചോദ്യത്തിനും കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ചോദിക്കട്ടെ ചോദ്യം? സ്വർഗത്തിലെ റയ്യാൻ എന്ന കവാടമുണ്ട്. ഒരു വാതിലുണ്ട് റയ്യാൻ എന്ന പേരുള്ള. അതിലൂടെ പ്രവേശിക്കുന്നവർ ആരാണ്? ഏത് വിഭാഗം ആളുകളാണ് സ്വർഗത്തിലെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്നത്? ഓപ്ഷൻസ് പറയാം. നമസ്കരിക്കുന്നവര്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവര്, നോമ്പനുഷ്ഠിക്കുന്നവര്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാൽ അതന്നെയാണോ? നോമ്പനുഷ്ഠിക്കുന്നവര്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവര്, നമസ്കരിക്കുന്നവർ. ഇവരിൽ ആരാണ്? നമസ്കരിക്കുന്നവർ. ഉറപ്പിച്ചോ? ഉത്തരം തെറ്റിപ്പോയല്ലോ മോനെ. നോമ്പനുഷ്ഠിക്കുന്നവരാണ് കേട്ടോ ഉത്തരം, കറക്റ്റ് ഉത്തരം. ഓക്കെ, ഇൻഷാ അല്ലാഹ്, കുഴപ്പമില്ല, വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. നാളെ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അദ്നാൻ. അദ്നാൻ എവിടെ നിന്ന് വിളിക്കുന്നു? കാരത്തൂരിന്ന് വിളിക്കുന്നു. ഓക്കെ, അദ്നാൻ ഇന്നലെ വിളിച്ചിരുന്നു തോന്നുന്നുണ്ടല്ലേ? സമ്മാനം ലഭിച്ചോ? ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അത് ഞാൻ കോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫസീല. നേരത്തെ വിളിച്ച ആളാണോ? ഓക്കെ ഫസീല, അപ്പോ ചോദ്യം തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം പറയട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഏത് പ്രവാചകന്റെ പേരാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ളത്? ഏത് പ്രവാചകന്റെ പേരാണ്
വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ളത്? ഓപ്ഷൻസ്: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. മുഹമ്മദ് നബി, മൂസ നബി, ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി ഉറപ്പിച്ചോ? ഹലോ, മുഹമ്മദ് നബി, മൂസ നബി, ഇബ്രാഹിം നബി. ഉറപ്പിക്കാം? മൂസ നബിയെ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ ആരായിരുന്നു? ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ ആരായിരുന്നു? ഓപ്ഷൻസ്: ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, മറിയം ബീവി. ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ. ഓപ്ഷൻസ്: ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, മറിയം ബീവി. സമയം പരിമിതമാണ്, ഒന്ന് സ്പീഡാക്കണം കേട്ടോ. ആരാണ്? മറിയം ബീവി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ഫസീല, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിൽ ഉത്തരം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടാവും. ഓക്കെ, അത് വാങ്ങിക്കുമല്ലോ അല്ലേ? നോക്കാം. ഓക്കെ, വിശുദ്ധ ഖുർആനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്? ആ എത്ര എണ്ണം പറഞ്ഞാൽ മതി. വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ എണ്ണം. എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്? ഹലോ ഫസീല, സ്പീഡാക്കണം. ക്ലൂ ഒന്നുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ചെറിയൊരു ക്ലൂ 20-നും 30-നും ഇടയിലാണ്. പറയൂ, എത്രയാണ്? ക്വസ്റ്റ്യൻ: വിശുദ്ധ ഖുർആനിൽ എത്ര പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്? അറിയില്ല. 25 ഉറപ്പിച്ചോ? 25 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഫസീല സമ്മാനാർഹയായിട്ടുണ്ട്. ഓക്കെ, ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഫസീലക്കായി കാത്തിരിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത കോളിലേക്ക് പോകാം. The sun shine brighter, I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer, I feel my heart starts flutter as the days pass by. I feel my life
for pure coconut oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ് degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388333666. An institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. Beta, I'll be there. No, Ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com. Your reliable travel partner. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അഷ്കർ. അഷ്കർ എവിടെ വിളിക്കുന്നു? പൊന്നാനി ടൗൺ. എന്ത് ചെയ്യുന്നു അഷ്കർ? ആ, ഓക്കെ. എങ്ങനെ പോകുന്നു നോമ്പൊക്കെ? ചൂടിനെ ബാധിക്കുന്നില്ല? ചൂടും നോമ്പും കൂടി ഒരുമിച്ചായപ്പോ? ആ, ഉണ്ടല്ലേ. ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ, സമ്മാനം കിട്ടിയിരുന്നോ? കിട്ടില്ല അല്ലേ? എന്തായാലും ഇപ്രാവശ്യം കിട്ടണം. ഓക്കെ. അപ്പൊ 3 ചോദ്യങ്ങളായിരിക്കാം. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. 3നും കറക്റ്റായ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, ചോദ്യത്തിലേക്ക് പോവാം. റമദാനിലെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവിനെ കുറിച്ച് ഒരു സൂറത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഓപ്ഷൻസിൽ ആ സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് പറയണം. ഓക്കെ. റമദാനിലെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവിനെ കുറിച്ച് പറയുന്ന സൂറത്ത്. ഓപ്ഷൻസ്: സൂറത്തുൽ അലഖ്, സൂറത്തുൽ ഖദർ, സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ ശരിക്കും ആലോചിച്ച് നോക്കാം. അതന്നെയാണോ? 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവ് ഏതാണ്? മിറാജാണോ? എന്തായാലും ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. കൗസർ അല്ല.
സൂറത്തുൽ ഖദറാണ്. 1000 മാസത്തേക്ക് ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ ഖദറാണ് കേട്ടോ. മീറാജ് രാവല്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തായാലും ഒരു അറിവ് കിട്ടിയല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്തായാലും വീണ്ടും വിളിക്കണം. ഓക്കെ അഷ്കർ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസീം. അസീം എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലമ്പടിയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ അസീം, എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് അല്ലേ? എവിടെയാണ്? ISS ഉള്ളത്. ഓക്കെ ഓക്കെ അസീം, എന്തൊക്കെ വിശേഷങ്ങൾ? നോമ്പൊക്കെ എടുത്തിരുന്നോ? നോമ്പ് എത്ര നോമ്പെടുത്തു? ഫുള്ള് എടുത്തു. ഫുള്ളെന്ന് പറയുമ്പോ 10 നോമ്പായില്ലേ? 6 ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, 6 നോമ്പായിട്ടുള്ളൂ. 6 നോമ്പെടുത്തു. ഓക്കെ, നല്ല കുട്ടിയാണ്. നമസ്കാരമൊക്കെ കൃത്യമായിട്ടുണ്ടല്ലേ? നമസ്കാരം പ്രാർത്ഥനകള് ഒക്കെ ഉണ്ടല്ലോ കൃത്യമായിട്ട്? ഓക്കെ 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 അസീമെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഓക്കെ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ അസീമെ, നമ്മള് 3 ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് പറയും, മൂന്നാമത്തേതിന് ഓപ്ഷൻസ് തരില്ല. പക്ഷെ ഈ 3 ചോദ്യത്തിനും കറക്റ്റായ ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ ആരായിരുന്നു? ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ ആരായിരുന്നു? ഓപ്ഷൻസ് പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, മറിയം ബീവി. മറിയം ബീവി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ അസീം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പോവല്ലേ? ഓക്കെ, പോവാം. ഫർള് നമസ്കാരങ്ങൾക്കൊപ്പം നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. മനസ്സിലാവണ്ട? ഫർള് നമസ്കാരങ്ങൾക്കൊപ്പം നിർവഹിച്ചു വരുന്ന സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻസ്: തഹജ്ജുദ്, റവാത്തിബ്, ളുഹ. റവാത്തിബ് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. അസീം അത് വാങ്ങുമല്ലോ? ഉറപ്പാണല്ലേ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പരലോകത്ത് ഹലോ, കോൾ കട്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മിൻഹ മെഹറിൻ. എവിടുന്ന്? പൊന്നാല. എവിടെയാണ്? KK ജംഗ്ഷനിലെ. മിൻഹ മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th സ്റ്റാൻഡേർഡിൽ. ഏത് സ്കൂളിലാ? ഓക്കെ, നോമ്പെടുത്തിട്ടുണ്ടോ? എത്ര നോമ്പുണ്ടോ? 6 നോമ്പെടുത്തു. നല്ല കുട്ടിയാണല്ലോ. നമസ്കരിച്ചോ? ഇന്ന് ഏതൊക്കെ നമസ്കരിച്ചു? ഏതൊക്കെ നമസ്കരിച്ചു ഇന്ന്? സുബഹി നമസ്കരിച്ചില്ല? ഓക്കെ ഓക്കെ മോളു, എന്തായാലും മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ?
മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ട് വിളിക്കുന്നേ? ഓക്കെ. എന്തായാലും നമ്മുടെ ചോദ്യത്തിന്റെ രീതിയെ 3 ചോദ്യങ്ങൾ ഞാൻ തരും. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് പറയും. 3ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ. ഈ 3 ചോദ്യങ്ങൾക്കും കറക്റ്റായ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ. അപ്പൊ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. 1ാമത്തെ ചോദ്യം, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? മനുഷ്യൻ ചെയ്യുന്ന ഏത് കർമ്മത്തെ കുറിച്ചാണ് പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയട്ടെ? നോമ്പ്, നമസ്കാരം, സകാത്ത്. നമസ്കാരം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഖുർആൻ അവതരണം തുടങ്ങിയ മാസം ഏത്? ഏത് മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചു തുടങ്ങിയത്? ഓപ്ഷൻസ്: റബീഉൽ അവൽ, മുഹറം, റമളാൻ. റമളാൻ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കും. അപ്പൊ സമ്മാനം വാങ്ങുമല്ലോ? നോക്കാം. മാക്സിമം വാങ്ങണം ട്ടാ. ഓക്കെ. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച പ്രവാചകൻ ഉണ്ടായിരുന്നു. തൊട്ടിലിൽ കിടന്ന് ഈസാ നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് മോനോ. ഓക്കെ. എന്തായാലും വീണ്ടും വിളിക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും. സർവാധിനാഥന്റെ അനുഗ്രഹം നമ്മിലേവരും വർഷിക്കുമാറാകട്ടെ. നിഷ്കളങ്ക മനസ്സോടുകൂടി ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീരാൻ സർവാധിനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ കാണും വരേക്കും മാസലാമ.